മാധവിക്കുട്ടിയുടെ എൻ്റെ കഥയിൽ നിന്ന്. മലയാളം വായിക്കുന്നതിൽ വിദഗ്ധയായി തീർന്നപ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് സാഹിത്യകാരന്മാർ ഒച്ചപ്പാടോടുകൂടി പ്രവേശിച്ചു. എല്ലാ തിങ്കളാഴ്ചയും വൈകുന്നേരം വന്നെത്തിയിരുന്ന മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പൊറ്റക്കാട്ടിൻ്റെ കഥകൾ ഞാൻ വായിച്ചു. മദിരാശിയിൽ ഒരു ലോഡ്ജിൽ താമസിച്ചിരുന്ന നാരായണൻകുട്ടി എന്ന നിഷ്കളങ്കൻ വേലക്കാരിയെ ഗർഭിണിയാക്കിയ ഒരു കഥ PC കുട്ടിക്കൃഷ്ണൻ അന്ന് പ്രസിദ്ധീകരിച്ചിരുന്നു. പാപം നിഷ്കളങ്കതയിൽ നിന്ന് ജനിക്കുന്നു എന്ന തിയറി എന്നിൽ അക്കാലത്ത് വളരെയധികം ചിന്താക്കുഴപ്പം സൃഷ്ടിച്ചു. സ്ത്രീ പുരുഷ ബന്ധത്തെപ്പറ്റിയും അതിൻ്റെ അടിസ്ഥാനമായ അനുരാഗത്തെപ്പറ്റിയും എനിക്ക് പല സംശയങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ആ സംശയങ്ങൾ നികത്തിക്കിട്ടുവാൻ അമ്മമ്മയും മുത്തശ്ശിമാരും എന്നെ ഒട്ടും സഹായിച്ചില്ല. എല്ലാ സ്ത്രീകളുടെയും കാമുകൻ ശ്രീകൃഷ്ണനാണോ? എല്ലാ പുരുഷന്മാരുടെയും കാമുകി രാധയാണോ? ഈ വക ചോദ്യങ്ങൾക്ക് മുത്തശ്ശിമാർ ഒരിക്കലും മറുപടി പറഞ്ഞില്ല. മഹാത്മജി അനുരാഗത്തിൻ്റെ വിഭാഗത്തിൽ അഭിജ്ഞത ഒരിക്കലും പ്രകടിപ്പിക്കുകയുണ്ടായിട്ടില്ലല്ലോ. കുറച്ചു കാലത്തിനുള്ളിൽ എൻ്റെ തലമുടി വളരുകയും ഞാനൊരു തനി ഗ്രാമീണയായി തീരുകയും ചെയ്തു. ഓണക്കാലത്ത് പൂവട്ടികളിൽ പൂക്കൾ ശേഖരിക്കാനും പൂക്കളമൊരുക്കാനും കർക്കിടകത്തിൽ ശ്രീ ഭഗവതിക്ക് വെക്കുവാനും ധർമ്മക്കാർക്ക് അരിയും നെല്ലും വാരിക്കൊടുക്കുവാനും പറ വരുമ്പോൾ നിറവറയും പൂക്കുലയും വിളക്കും ഒരുക്കി വെക്കുവാനും അമ്പലത്തിൽ ചെന്ന് തൊഴാനും പ്രസാദം കൈനീട്ട് വാങ്ങുവാനും ഞാൻ പഠിച്ചു വെച്ചു. വീണ്ടും കൽക്കത്തയിലേക്ക് പോകേണ്ടത് വന്നപ്പോൾ ഹൃദയത്തിൽ ഒരു മരവിപ്പോടുകൂടിയാണ് ഞാൻ വണ്ടി കയറിയത്. അമ്മമ്മയുടെ കരഞ്ഞു തൊടുത്ത മുഖം ഞാൻ ആ യാത്രയിൽ